मेट्रो गुजरात के अंदर सरस्वती नदी है, सदियों से उसका पानी नहीं था। आज सरस्वती नदी को जिंदा किया, नर्मदा का पानी बह रहा है। जिन्होंने अहमदाबाद देखा होगा, साबरमती नदी में पानी नहीं था, आज नर्मदा का पानी साबरमती नदी में बह रहा है और साबरमती नदी को भी जिंदा किया है और जनजीवन में बदलाव आए हैं। ഗുജറാത്തിലൂടെയാണ് സരസ്വതി നദി ഒഴുകിയിരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വരണ്ടുപോയ സരസ്വതി നദിയുടെ തലകൾ ഇന്ന് ജല നിബിഡമാണ്. ആ സരസ്വതി നദി നർമ്മദയിലൂടെ ഒഴുകുന്നു. ആ നർമ്മദയിലൂടെ ഇന്ന് ആ സാബർമതി നദി ഒരു ഘട്ടത്തിൽ വരണ്ടു കിടക്കുന്ന സാബർമതി നദി സമൃദ്ധിയോടുകൂടി ഒഴുകുന്നു. അവിടെ ചില ദൗർലഭ്യമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുവാൻ സാധിച്ചിരിക്കുന്നു. മെട്രോ ഗുജറാത്ത് के अंदर अगर अच्छे से अच्छी बरसात हो, 16 वर्षों 100% सक्सेसफुल ईयर हो, तो मेरे यहाँ एग्रीकल्चर इनकम 9,000 करोड़ रुपए तक ज्यादा से ज्यादा पहुंची थी। इस बार ये वाटर मैनेजमेंट के कारण, किसानों की ओर ध्यान देने के कारण 9,000 करोड़ की इनकम से हमने जंप लगा करके किसानों की आय मेरे यहाँ 34,000 करोड़ पहुंच गई है। സുഹൃത്തുക്കളെ, ഒരു വർഷത്തിൽ മുഴുവൻ 100% ഫലപ്രദമായ വിധത്തിൽ ജലം ലഭിക്കുന്ന വിധത്തിൽ മഴയുണ്ടാവുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്താൽ പോലും ഗുജറാത്തിന്റെ കാർഷിക വരുമാനം ഒരു വർഷത്തിൽ 9,000 കോടി രൂപയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു വസ്തുത മനസ്സിലാക്കൂ, കൃഷിക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയതുകൊണ്ട്, ജലലഭ്യത സാധ്യമാക്കിയതുകൊണ്ട് ഇന്ന് ആ 9,000 കോടി രൂപ വരുമാനത്തിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടം ഗുജറാത്ത് നടത്തിയിരിക്കുകയാണ്. 34,000 കോടി രൂപയുടെ കാർഷിക വരുമാനം ഗുജറാത്തിന് ലഭിച്ചിരിക്കുകയാണ്. मित्रों, महात्मा गांधी कहा करते थे कि हमारा देश गांव का देश है। जब तक ग्राम राज्य नहीं होगा, राम राज्य की संभावना नहीं है। और इसलिए गुजरात ने गांव के विकास के लिए अनेक योजनाएं बनाई। उसमें एक योजना का नाम है ज्योति ग्राम। मित्रों, मैं आज भी दावे से कह सकता हूं, हिंदुस्तान के अंदर कोई शहर हो या गांव हो, हिंदुस्तान के किसी भी प्रदेश में 24 घंटे बिजली नहीं मिलती है, 24 घंटे इलेक्ट्रिसिटी पावर नहीं मिलता है। ज्योति ग्राम के कारण हिंदुस्तान में गुजरात अकेला राज्य है जिसके 18,000 गांवों के अंदर, जिसके सभी शहरों के अंदर, सभी इलाकों के अंदर 24 आवर 3 फेज अनइंटरप्टेड पावर आज मेरे गुजरात के अंदर मौजूद है। महात्मा गांधी जी हमें പഠിപ്പിച്ചത് പറഞ്ഞു തന്നത് ഭാരതം ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു, ഗ്രാമസ്വരാജാണ് ഭാരത വൈഭവത്തിന്റെ അടിസ്ഥാന തത്വദർശനം എന്നാണ്. ഗ്രാമങ്ങളെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്നാണ്. ആ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ ഗുജറാത്തിൽ ജ്യോതി ഗ്രാം എന്ന് പറയുന്നതായ പദ്ധതി നടപ്പിലാക്കി. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയിലൂടെ ഇന്ന് ഗുജറാത്ത് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു കാര്യം പ്രവർത്തിച്ചു ഞാൻ പറയുകയാണ്, ഭാരതത്തിൽ ഒരൊറ്റ ഗ്രാമമോ വേറൊരൊറ്റ പട്ടണമോ പോലുമില്ല അഭിമാനത്തോടെ പറയട്ടെ, 24 മണിക്കൂറും തടസ്സമില്ലാതെ വൈദ്യുതി കിട്ടുന്ന ഒരൊറ്റ ഗ്രാമമോ ഒരൊറ്റ നഗരമോ ഭാരതത്തിൽ വേറൊരിടത്തുമില്ല. പക്ഷേ ഗുജറാത്തിൽ, എന്റെ ഗുജറാത്തിലെ 17,000 ഗ്രാമത്തിലും 24 മണിക്കൂർ 3 ഫേസ് ഇലക്ട്രിസിറ്റി ഊർജം ഒരു തടസ്സവുമില്ലാതെ സദാ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളായി മാറിയിരിക്കുകയാണ്. മെട്രോ ഗുജറാത്ത് ग्रामीण विकास कर रहा है, गुजरात वंचितों का विकास कर रहा है, गुजरात औद्योगिक विकास की और भी प्रगति कर रहा है। अभी मेरे यहाँ वाइब्रेंट गुजरात ग्लोबल इन्वेस्टर समीक्षा, हिंदुस्तान के सभी गणमान्य लोग एक ही मंच पर आए थे और 4,60,000 करोड़ रुपये, 4,60,000 करोड़ रुपये, $100 बिलियन उसका इन्वेस्टमेंट के लिए एमओयू साइन किया है। 12 लाख लोगों को रोजी रोटी मिलने वाली है, 12 लाख नए लोगों को रोजगार मिलने की संभावना आज मेरी गुजरात की धरती पर पैदा हुई है. സുഹൃത്തുക്കളെ, ഗുജറാത്തിൽ ഗ്രാമീണ വികസനത്തിന്റെ യോജന, വിന്യാസ വിഭാഗത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സമത്വത്തിന്റെ പദ്ധതികൾ ഇതെല്ലാം നടപ്പിലാക്കുന്നതോടൊപ്പം ഗുജറാത്തിനെ വ്യവസായവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചലനാത്മകമായ ഗുജറാത്ത്, വൈബ്രന്റ് ഗുജറാത്ത് എന്നൊരു പദ്ധതി കഴിഞ്ഞ വർഷങ്ങളായി നടത്തുകയാണ്. ഈ വർഷം വൈബ്രന്റ് ഗുജറാത്ത് എന്ന ആ പദ്ധതി പ്രകാരമുള്ള സമ്മേളനത്തിൽ ലോകമെമ്പാടുമുള്ള വ്യവസായ പ്രമുഖന്മാർ ഒരേ വേദിയിൽ ഒരുമിച്ച് വരികയും അവർ ഗുജറാത്തിന്റെ വികസനത്തിന്, ഗുജറാത്തിലെ ഉയർത്തിക്ക് വേണ്ടിയിട്ടുള്ള നിക്ഷേപം 4,60,000 കോടി രൂപയുടെ നിക്ഷേപം ഗുജറാത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ നിക്ഷേപങ്ങളിലൂടെ അന്തർദേശീയ വ്യവസായങ്ങളിലൂടെ 12 ലക്ഷം പുതിയ ജോലി സാധ്യത ഗുജറാത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെ
गुजरात के अंदर केरल की तरह समुद्र किनारा है, मेरे यहाँ 1600 किलोमीटर समुद्र किनारा है, आपके यहाँ भी समुद्र किनारा है। हमने बंदरों का विकास किया, हमने पोर्ट लेक डेवलपमेंट किया और आज हिंदुस्तान के प्राइवेट कार्गो का 80% कार्गो अकेला गुजरात के समुद्री किनारे पर हैंडल होता है। केरल में भी हो सकता था, लेकिन गुजरात ने करके दिखाया है। കേരളം പോലെ തന്നെ സമുദ്രതടം ഗുജറാത്തിനുമുണ്ട്. 16,000 കിലോമീറ്റർ സമുദ്രതീരമാണ് ഗുജറാത്തിനുമുള്ളത്. ഈ കേരളത്തിനും ഉള്ളതുപോലുള്ള സമുദ്രതീരം അവിടെയുമുണ്ട്. പക്ഷേ ഈ സമുദ്രതീരത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തുറമുഖങ്ങൾ, ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള തുറമുഖങ്ങൾ ഉണ്ടാക്കിയത് മൂലം ഇന്ന് ഗുജറാത്തിലെ ആ തുറമുഖങ്ങൾ വഴി ഭാരതത്തിലേക്ക് വരുന്ന 80% പ്രൈവറ്റ് കാർഗോയും ആ ഗുജറാത്തിന്റെ തീരം വലിക്കാൻ വരുന്നത്. ഇത് ഗുജറാത്തിന് സാധിച്ചതുപോലെ തീർച്ചയായും കേരളത്തിനും സാധിക്കുമായിരുന്നു. ഗുജറാത്ത് ആ കാര്യം കാണിച്ചു തന്നിട്ടുണ്ട്. मित्रों, गुजरात के अंदर मैं पिछले दिनों आसाम में चुनाव के प्रभाव से गया था। आसाम में जिस गांव में जाता था, लोग मुझे कहते थे मोदी जी आप बांग्लादेशियों के खिलाफ कुछ बोल के जाइए, ये बांग्लादेशियों के कारण हम बर्बाद हो गए हैं, जब तक बांग्लादेशी नहीं जाएंगे आसाम बच नहीं पाएगा, आप उसके लिए कुछ बोलिए। और मित्रों, मैं सब जाकर के कहा था आसाम में ऐसे राजकर्ता बैठे हैं, आसाम के पड़ोस में बांग्लादेश है, गुजरात के पड़ोस में पाकिस्तान है, लेकिन आसाम में ऐसे राजकर्ता बैठे हैं कि बांग्लादेश के कारण आसाम के नागरिक परेशान है, मेरे यहाँ से उल्टी है, गुजरात के अंदर हम राज कर रहे हैं, हमारे कारण पाकिस्तान परेशान है। ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആസാം തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആസാമിൽ സന്ദർശിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ ആസാമിലെ ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു, മോദിജി ദയവേത് ഇവിടെ ബംഗ്ലാദേശിനെ കുറിച്ച് എന്തെങ്കിലും പറയണം. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം മുമ്പ് ബാക്കി ഭീകര പ്രവർത്തനങ്ങൾക്ക് കാരണം ഈ ആസാം ആ വിഷമത്തിലാണ്. ബംഗ്ലാദേശിനെ പുറത്തു പോകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ആസാമിൽ ഏത് ഭരണാധികാരികളാണോ ഏത് തത്വശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണോ ഭരണം നടത്തുന്നത്, ആ ഭരണത്തിൻ്റെതായ പ്രശ്നമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആസാമിന്റെ അയൽവാസ രാഷ്ട്രമായി ബംഗ്ലാദേശ് ഉള്ളതുപോലെ എന്റെ ഗുജറാത്തിന്റെ അതിർത്തി രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആസാമിൽ ഭരിക്കുന്ന വ്യക്തികളുടെ പിടിപ്പുകൾ കൊണ്ട് ബംഗ്ലാദേശ് ആസാമിൽ എങ്കിൽ യാതൊരു സംശയവുമില്ല, ഗുജറാത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ട്, ആ ഭരണത്തിന്റെ ശക്തി കൊണ്ട് പാകിസ്ഥാൻ വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എന്നാണ് എനിക്കവിടെ പറയാൻ സാധിക്കും.